ഞങ്ങൾ 3 പേര് ഇതേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ചട്ടി പട്ടീസായിരുന്നു. മുഖം വെറുപ്പിച്ച് രണ്ടും മാറിയിരിക്കുന്നത് കണ്ടില്ലേ? പൊരിഞ്ഞടിയാ. കോംപ്രമൈസ് ആക്കാൻ വേണ്ടി കോളേജിൽ തന്നെ കൊണ്ടുവന്നു. നോക്കാം. ഞാനാണോ കോണ്ടാക്ട് കട്ട് ചെയ്തത്? അവൾ ഡെൻമാർക്കിൽ മനുഷ്യ ഒരു മെസ്സേജ് പോലും എനിക്ക് അയച്ചിട്ടില്ല. അവള് ബിസിയായി പോയി കാണും മൃദുല. അപ്പൊ ഞാൻ ജോബ്ലെസ് ആണല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹായ് മീര, ഇതാണ് അവൾ എനിക്ക് ആകെ അയക്കുന്ന മെസ്സേജ്. എന്നിട്ട് ഞാൻ റിപ്ലൈ ചെയ്ത അവൾ അറിയും. അപ്പോഴെങ്കിലും മാഡത്തിന് റിപ്ലൈ ആണെന്ന് തോന്നിയല്ലോ. ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാ? അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. 10 ദിവസം കഴിഞ്ഞ് റെസ്പോണ്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് മൃദുല. എനിക്ക് അവളെ പോലെ ബർത്ത്ഡേ ഓർത്തിരിക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം അറിയിക്കുന്ന ആളെ. മൃദുല, ഐ എം പ്രഗ്നന്റ്, വിൽ കോൾ യു ആഫ്റ്റർ വർക്ക്. അവളയച്ച മെസ്സേജാ കണ്ടോ? എന്നിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ച ഫോൺ എടുക്കത്തുമില്ല. ഓഫീസ് ടൈമിൽ ഫോൺ വിളിച്ച് എങ്ങനെ എടുക്കാനാ? ഈ കോംപ്ലക്സ് അവൾക്ക് അല്ലെങ്കിൽ പണ്ടേ ഉള്ളതാ. എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളത് അവൾക്ക് പണ്ടേ ഇഷ്ടമില്ല. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. വലിയ സുന്ദരിയാണെന്ന് അവളുടെ വിചാരം. പണ്ട് അവളുടെ ലൈൻ സെറ്റായി കൊടുത്ത് നമ്മളല്ലേ? ഓർമ്മയുണ്ടോ അവർക്ക്? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് സ്നേഹ മോഹൻദാസിന് ഓർമ്മയില്ലേ? നമ്മുടെ അന്നത്തെ എനിമി.